എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഫെബ്രുവരി മോഡൽ എക്സാമിൻ്റെ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ 11 മുതലുള്ള ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ജനറൽ റിസർവ് 30,000 ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് 10,000 അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ഗിരീഷ് ആൻഡ് ഫൈസൽ ഓൺ ദി അഡ്മിഷൻ ഓഫ് സുരേഷ് ഈസ് ടു ബി അഡ്ജസ്റ്റഡ്. ഗിവ് ജേണൽ എൻട്രീസ് അസ്യൂമിംഗ് ദാറ്റ് ഗിരീഷ് ആൻഡ് ഫൈസൽ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വലാണ്, 1:1 എന്ന റേഷ്യോയിലാണ്. ജനറൽ റിസർവിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ജേണൽ എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ 30,000 ടു ഗിരീഷ് അക്കൗണ്ട് ടു ഫൈസൽ അക്കൗണ്ട്. ഇത് 30,000 ഈക്വൽ ഷെയറിലാന്ന് പറയുമ്പോൾ 2 പേർക്ക് പകുതി വെച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ഗിരീഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഫൈസൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 10,000 രൂപയാണ് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. നിങ്ങൾ ഫോർമാറ്റൊക്കെ വരച്ച് അതിൻ്റേതായ രീതിയിൽ തന്നെ എഴുതണം. 12ാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ജു, മഞ്ജു ആൻഡ് രഞ്ജു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. മഞ്ജു റിട്ടയേഴ്സ് ഫ്രം ദി ഫേം. അഞ്ജു, മഞ്ജു, രഞ്ജു 3 പേര് പാർട്ട്നേഴ്സ് ആയിരുന്നു. അതിൽ മഞ്ജു എന്ന് പറയുന്ന ആൾ അതിൽ നിന്ന് റിട്ടയർഡ് ആയി. ഓൺ ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് 60,000 ഈസ് ഡ്യൂ ടു ഹെർ. ആ ദിവസം മഞ്ജുവിന് കൊടുക്കാനുള്ള എമൗണ്ട് 60,000 ആണ്. അപ്പം അഞ്ജും രഞ്ജും അത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രിപ്പയർ മഞ്ജൂസ് ലോൺ അക്കൗണ്ട്. അങ്ങനെയെങ്കിലും മഞ്ജുവിൻ്റെ ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും 10% പലിശയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലോൺ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റും ചെയ്യേണ്ടത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് 60,000 രൂപ അവർ നൽകുന്നത്. അപ്പോൾ അതിൽ ഒരു ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 60,000/3. ഇനിയിപ്പോൾ 4 ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000/4. എത്രയാണോ ഇൻസ്റ്റാൾമെൻറ്റ് പറയുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. അപ്പോൾ 20,000 രൂപ പ്ലസ് 10% ഇൻട്രസ്റ്റ്. അത് ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 10% പലിശ. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 20,000 പ്ലസ് 10% ആ വർഷത്തെ പലിശ. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് നൽകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ലോൺ അക്കൗണ്ട് ചെയ്യാം. ആദ്യം തന്നെ മഞ്ജൂസ് ലോൺ അക്കൗണ്ട് എന്ന് വരയ്ക്കുക, ഫോർമാറ്റ് നോക്കാം. അതിനുശേഷം മഞ്ജൂസ് ക്യാപിറ്റലിന് എഴുതിയിട്ട് ആ ക്യാപിറ്റലിലേക്ക് അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുക. ഈ 60,000 രൂപയുടെ 10% ഇൻട്രസ്റ്റ് 6,000 രൂപ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണതാണ് കാണിക്കുന്നത്. ക്യാഷ് എന്നും പറഞ്ഞിട്ട് എഴുതാം, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. എന്നിട്ട് അവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ 20,000 പ്ലസ് ആ വർഷത്തെ പലിശ. അപ്പോൾ 20,000 പ്ലസ് ആ വർഷത്തെ പലിശ നമുക്കറിയാം 6,000 രൂപ. അപ്പോൾ 20,000 പ്ലസ് 6,000 അപ്പോൾ 26,000. അതിനുശേഷം 2 സൈഡ് ടോട്ടൽ ചെയ്യുക. വലിയ എമൗണ്ട് 2 സൈഡിൽ എഴുതിയിട്ട് കുറവുള്ളിടത്തു നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ഈ 66,000 നിന്ന് 26,000 മൈനസ് ചെയ്യുമ്പോൾ 40,000 ലഭിക്കും. അതിനുശേഷം തൊട്ടടുത്ത ഇയറിലേക്ക് ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ എഴുതിയാൽ മതിയാവും കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ 40,000 നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് തൊട്ടടുത്ത ഇയറിലേക്ക് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം. അതിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുക. 40,000 ഇൻറ്റു 10/100 4,000 രൂപ. അത് കഴിഞ്ഞാൽ വീണ്ടും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുക. 20,000 പ്ലസ് ആ വർഷത്തെ പലിശ എന്ന് പറയുന്നത് 4,000 രൂപയാണ്. അപ്പോൾ ആ 4,000 രൂപ കൊടുക്കുക, 24,000. അതിനുശേഷം 44,000 നിന്ന് 24,000 മൈനസ് ചെയ്യുമ്പോൾ 20,000 രൂപ ബാലൻസ് ക്യാരി ഡൗൺ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ സൈഡിൽ മൊത്തം ഇൻസ്റ്റാൾമെൻറ്റുകളാണ് കൊടുക്കണം. 20,000 പ്ലസ് ആ വർഷത്തെ പലിശ, 20,000 പ്ലസ് ആ വർഷത്തെ പലിശ, പിന്നെ വരുന്നത് 20,000 പ്ലസ് ലാസ്റ്റ് വർഷത്തെ. അപ്പോൾ 3 ഇൻസ്റ്റാൾമെൻറ്റ് ഇവിടെ നൽകി കഴിഞ്ഞു. അപ്പോൾ 20,000 പ്ലസ് 2,000 രൂപ എന്ന് പറയുമ്പോൾ ആ വർഷത്തെ പലിശ. ലാസ്റ്റ് ഇയറിൽ നമുക്കത് ടാലി ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രോബ്ലം ശരിയായിരുന്നു. ഇപ്പോൾ 60,000 രൂപ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ സൈഡ് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് കാണുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണോ അതായിരിക്കും ഈ ഡെബിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വെൻ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്
ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് വെച്ചിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരൊറ്റ അക്കൗണ്ടേ ക്രിയേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഫിക്സഡ് ആണെങ്കിൽ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഒരൊറ്റ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം. രാഹുൽ സച്ചിൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് 1 ജനുവരി 2022 അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സച്ചിൻ കോൺട്രിബ്യൂട്ടഡ് 1 lakh ആൻഡ് രാഹുൽ കോൺട്രിബ്യൂട്ടഡ് 50,000. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakhും 50,000. ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ക്യാപിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞ് 1 lakhും 50,000ഉം എൻ്റർ ചെയ്തു. പിന്നെ പറയുന്നത് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ 2:1 ഷെയർ ചെയ്യുന്നത്. അതുപോലെ സാലറി കൊണ്ടുവന്നിട്ടുണ്ട് 1000 പെർ മന്ത്, 1000 രൂപ വെച്ചിട്ട് പെർ മന്തായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് സാലറി. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് സാലറി എൻ്റർ ചെയ്യേണ്ടത്. സച്ചിൻ്റെയാണ് സാലറി, അപ്പോൾ നമുക്ക് സച്ചിൻ്റെ കോളത്തിൽ മാത്രം എൻ്റർ ചെയ്താൽ മതി. സാലറി എന്ന് എഴുതി 1000 × 12 ചെയ്യുക, അപ്പോൾ 12,000 രൂപ സാലറി കിട്ടി. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് 6% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% പറഞ്ഞേക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. നമുക്കത് എൻ്റർ ചെയ്യാം. അപ്പോൾ 1,00,000 രൂപയാണ് ക്യാപിറ്റൽ. അതിൻ്റെ എത്ര ശതമാനം എന്ന് പറയണം, 6% എന്ന് പറയുമ്പോൾ 6,000 രൂപ. രാഹുലിൻ്റെ 50,000ത്തിൻ്റെ 6% എന്ന് പറയുമ്പോൾ 3,000 രൂപ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എൻ്റർ ചെയ്തു. വന്നിരിക്കുന്നത് ദ ഡ്രോയിങ്സ് ഓഫ് സച്ചിൻ ആൻഡ് രാഹുൽ ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2022 15,000 and 25,000 റെസ്പെക്റ്റീവ്ലി. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് സച്ചിൻ്റെയും രാഹുലിൻ്റെയും. ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതും എൻ്റർ ചെയ്യാം. ഡ്രോയിങ്സ് 15,000 25,000. ലാസ്റ്റ് പറയുന്നത് ദ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ സച്ചിൻ സാലറി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേർ 36,000. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് സച്ചിൻ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് 36,000 രൂപയാണ്. അപ്പോൾ ഈ 36,000 രൂപ പ്രോഫിറ്റാണ് തന്നേക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രോഫിറ്റ് 2:1 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. 36,000 രൂപ 2/3 സച്ചിനും 1/3 2:1 എന്നാണ് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. 36,000 × 1/3 12,000 രാഹുലിനും എൻ്റർ ചെയ്തു. ഇതിന് ശേഷം 2 സൈഡ് ടോട്ടൽ ചെയ്യുക. വലിയ എമൗണ്ട് എവിടെയാണോ അത് 2 സൈഡിൽ എഴുതുക. കുറവുള്ളടത്ത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ലഭിക്കും. Question. Hamid, Gopalan and George are equal partners in a firm. Gopalan died on 1st March 2021. The books of account reveal the following. Books of accounts എന്തൊക്കെ കാര്യങ്ങളാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. ജനറൽ റിസർവ്, ഗോപാലൻസ് ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ്, ഗോപാലൻസ് ഡ്രോയിങ്സ്, വാല്യൂ ഓഫ് ഗുഡ് വില്ല്. പ്രിപ്പയർ ഗോപാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഡ്യൂ ടു ഹിസ് ലീഗൽ ഹയേഴ്സ്. ഗോപാലൻ്റെ എക്സിക്യൂട്ടീവ്സിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഗോപാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗോപാലൻ്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 50,000. അപ്പോൾ അതാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. ഗോപാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരച്ചു. ബാലൻസ് ബ്രോ ഡൗൺ 50,000 അത് എൻ്റർ ചെയ്തു. പിന്നെ വരുന്ന ഐറ്റം ഏതാണെന്ന് നോക്കാം. ജനറൽ റിസർവ് 21,000 തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് 3 പേർക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഗോപാലൻ്റെ മാത്രമായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 21,000/3 എന്ന് പറയുമ്പോൾ 3 പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ 1:1:1 എന്നുള്ള റേഷ്യോയിൽ ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് വരുന്നത് 7,000 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഗോപാലൻ്റെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഇപ്പം ജനറൽ റിസർവ് എന്നും പറഞ്ഞിട്ട് 21,000 3 പേർക്ക് ഷെയർ ചെയ്യണേൽ ഗോപാലൻ്റെ മാത്രം നമ്മളെടുത്ത് എൻ്റർ ചെയ്താൽ മതി. ജനറൽ റിസർവ് 7,000. നെക്സ്റ്റ് ഐറ്റം പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് 18,000 ആണ്. അപ്പോൾ അതും നമുക്ക് എൻ്റർ ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതും 19,000 രൂപയാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അത് 3 പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരാളുടെ പങ്ക് എന്ന് പറയുന്നത് 6,000 രൂപയാണ്. ഒരാളുടെ ഷെയർ 6,000 രൂപയാണ്. അപ്പോൾ അതാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഗോ ബാലൻസ് ഡ്രോയിങ്സ് ആണ് തന്നേക്കുന്നത് 10,000 രൂപ. ഇത് നമുക്ക് കറക്റ്റ് പറയേണ്ടത് ഗോ ബാലൻസ് ഡ്രോയിങ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ എമൗണ്ട് തന്നെ എടുത്ത് നേരിട്ട് എഴുതാവുന്നതാണ്. ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഐറ്റം വാല്യൂ ഓഫ് ഗുഡ് വില്ല് 36,000 ആണ്. അപ്പോൾ ഇതും നമുക്ക് 3ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പം ഗുഡ് വിൽ എന്നും പറഞ്ഞ് ക്രെഡിറ്റ് സൈഡ് കൊടുക്കുക. അതിൽ ഒരാളുടെ ഷെയർ വരുന്നത് 12,000 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ടോട്ടൽ ചെയ്യുക. വേറെ ഐറ്റം ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുക. കൂടുതലുള്ള എമൗണ്ട് രണ്ട് സൈഡിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം കുറവുള്ള സൈഡിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടും ഗോ ബാലൻസ് എക്സിക്യൂട്ടീവ്സിലേക്ക് പോകുന്ന എമൗണ്ട് 65,000.